ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസൽ കസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന കുറച്ച് സ്നാക്സിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ട് എനിക്ക് വീഡിയോയിൽ കുറച്ച് മിസ്സായിപ്പോയിന് ഫോട്ടോസെല്ലാം. അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് കുറേ ആളായി എന്നോട് കമൻറ്റിൽ ചോദിക്കുന്ന റേറ്റ് എത്രയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ എല്ലാം റേറ്റ് ഇടാന്ന് കുറേ എപ്പോൾ ഇടണമെന്ന് വിചാരിക്കുന്നത് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഉന്നക്കായി, റോള്, സമൂസ, കട്ട്ലറ്റ് ഇത്ര നാലിനും ഞാൻ ഫ്രോസൺ 18, ഫ്രൈ 20 കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കമൻറ്റിൽ കുറേ ആൾ വരും, ഇത്രയോ ഇപ്പോൾ എത്ര റേറ്റ് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് വരും. അപ്പോൾ 10 കൊടുക്കുന്ന ആളുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ട് ക്വാളിറ്റിയിലായിരിക്കും അത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ സാധനത്തിനും വില കൂടിയതിന് അപ്പോൾ നമുക്ക് അങ്ങനെ അത്രയിൽ കൊടുത്തേക്കാം. നമ്മൾ എത്ര എങ്ങനെ ഉണ്ടാക്കുന്ന അതുപോലെ നമുക്ക് കൊടുക്കാം. അപ്പോൾ 10 രൂപയിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചിക്കൻ സമോസയിൽ ചിക്കൻ ഉണ്ടെങ്കിലായി ഇല്ലെങ്കിലായി അങ്ങനത്തെ ആയിരിക്കും. പിന്നെ ഞാൻ മോമോസ് കൊടുക്കുന്നത് ഫ്രോസണും 13, ഫ്രൈ അല്ലെങ്കിൽ സ്റ്റീമാക്കിയിട്ട് 15 അങ്ങനെ കൊടുക്കലില്ല. ഫ്രോസൺ തന്നെ എന്നോട് അധികം ആൾ മേങ്ങൽ. പിന്നെ ചിക്കൻ ഡോണറ്റിന് 20. അപ്പോൾ ചിക്കൻ തന്നെ അതിലുണ്ടാകും. നമുക്ക് വേറെ എന്തോ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. മെയിനായിട്ട് ചിക്കൻ തന്നെ കുറേ ഇതുണ്ടാകുന്നത്. വേറെ ചെറുതായിട്ട് ഒരു പൊട്ടാറ്റോ എല്ലാം ഇടലമ്മോ. അപ്പോൾ അതിന് ഫ്രൈക്ക് 22. പിന്നെ ഇതും അങ്ങനെ ചിക്കൻ ട്രയാങ്കിൾ, ഇതെല്ലാം ചിക്കന് കൂടുതൽ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ട്രയാങ്കിളിന് അങ്ങനെ 20, ഫ്രോസൺ 20, ഫ്രൈക്ക് 22 എടുക്കുന്നത്. പിന്നെ കട്ട്ലറ്റ് ഞാൻ പറഞ്ഞിന് ഇത് എത്രയെന്ന്. അപ്പോൾ കട്ട്ലറ്റിന് ഫ്രോസണ് 18, ഫ്രൈക്ക് 20. പിന്നെ മുട്ടമാല അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതിന് എത്ര റേറ്റ് എടുക്കുന്നതെന്നല്ല. മുട്ടമാലിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിന്, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. മുട്ടമാലക്ക് ഞാൻ 25 മുട്ടക്ക് 600 എടുക്കുന്നത്. അപ്പോൾ 650 ഇപ്പോൾ മുട്ടയ്ക്ക് വില കൂടിയിട്ടാകുമ്പോൾ 650 എടുക്കുന്ന ആളും ഉണ്ട്. ഞാൻ 600 തന്നെ വെച്ചിട്ടുണ്ടത്. അപ്പോൾ പിന്നെ ഇത് കായ് നിറച്ചിട്ട് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ 25 എടുക്കുന്നത്. ഇപ്പോൾ ഈ കായിൻ്റെ എല്ലാം നമുക്ക് നേന്ത്രക്കായിൻ്റെ വിലയെല്ലാം അറിയുന്നല്ലോ എല്ലാവർക്കും. ഇപ്പോൾ ഇത് ചിക്കൻ ചീസ് ബോള്, അതിന് 25 എടുക്കുന്നത്. ചീസ് ഇട്ടിട്ടാക്കുന്നത്, ചിക്കൻ ചീസ് തന്നെ ഉണ്ടത്. പിന്നെ ഇത് ചിക്കന് ഇത് ഇറച്ചിയടക്ക് ഫ്രോസൺ 13, ഫ്രൈക്ക് 15. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ ഹാഫ് മൂൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനും 20, ഫ്രോസൺ 20, ഫ്രൈക്ക് 25. പിന്നെ കാലത്തപ്പത്തിന് ഇത് 2 തരമുണ്ട്, മീഡിയം, ലാർജ്. മീഡിയത്തിന് ഞാൻ 150 എടുക്കുന്നത്, ലാർജിന് 300. അപ്പോൾ കൂടുതൽ മീഡിയമിന് എല്ലാവരും മേങ്ങൽ. അപ്പോൾ അതിന് റേറ്റ് അറിഞ്ഞു. പിന്നെ ഇത് നെയ്യപ്പത്തിന് 12. നെയ്യപ്പം പിന്നെ പുളിവാളം അതെല്ലാം ഞാൻ 12 എടുക്കുന്നത്. പിന്നെ കുംസിന് 150 എടുക്കുന്നത്. പിന്നെ നെയ്യപ്പം, പുളിവാളം, പിന്നെ നെയ്പ്പത്തൽ അതിനെല്ലാം ഞാൻ 12 എടുക്കൽ, 10. പിന്നെ ഇത് നമ്മളെ പെരുന്നാൻ്റെ അപ്പം ഇതിന് ബാട്ടുവത്തലിന് ഞാൻ കിലോക്ക് 400 അങ്ങനെ എടുക്കുന്നത്. അതെല്ലാത്തിനും ഞാൻ സ്നാക്സിന് എല്ലാത്തിനും 400 തന്നെ എടുക്കുന്നത്. പിന്നെ ചില ആൾ കുറച്ചതിന് എടുക്കുന്ന ആളുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ലോണം ഓർഡർ വരുന്ന ആൾക്ക് അങ്ങനെ എടുക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ പെരുന്നാൻ്റെ അപ്പം എടുക്കല്ല. പെരുന്നാൻ്റെ ആ സമയത്താണ് നമുക്ക് അങ്ങനെ കുറച്ച് ഓർഡർ വരുന്നത്. അല്ലാതെ ഈ ദുബൈക്കെല്ലാം പോകുന്ന ആൾക്ക് കുറച്ചായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റിൽ തന്നെ. പിന്നെ ചില ആൾ പറയുന്നത് ഇപ്പോൾ ഇത്രയെന്നെല്ലാം പറയും. അപ്പോൾ ഒരു ദിവസം ഒരു പുരയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചിലവും അതെല്ലാം ഇതെല്ലാം അറിഞ്ഞിട്ടായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. യോപ്പാന്ന് നിങ്ങൾക്ക് ബെനയാന്നതുകൊണ്ടല്ലേ നമുക്ക് ഓർഡർ തരുന്നത്. ഇത് കാഷ്യൂനട്ട് ഫ്രൈക്ക് നമ്മൾ 1300 എടുക്കുന്നത്. പിന്നെ കടല കാച്ചിയത്, കടലയപ്പം, പിന്നെ സൊറോട്ട, കൊട്ടയപ്പം ഇതിനെല്ലാം കിലോക്ക് 400 തന്നെ എടുക്കുന്നവ. പിന്നെ അതിലും ബാക്കി എല്ലാത്തിനും 400 തന്നെ എടുക്കുന്നത്. അതിൽ കുറവില്ല, എല്ലാത്തിനും സെയിം തന്നെ. കാഷ്യൂനട്ട് ഫ്രൈക്ക് പിന്നെ കിലോക്ക് തന്നെ 1000 ഉറുപ്പ്യ ഉണ്ട്. അതിൽ വലിയ ലാഭം കിട്ടാനില്ല നമുക്ക്. എന്താ പറഞ്ഞെങ്കിൽ കാഷ്യൂനട്ടിന് നല്ല വിലയുണ്ട്. പിന്നെ അതിനായിട്ടും വലിയ റേറ്റ് ആരും എടുക്കലില്ല. 1300 തന്നെ കിലോക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ റേറ്റിൽ നിങ്ങൾക്ക് വീഡിയോയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുവിധമല്ല ഞാൻ എല്ലാ റേറ്റിൻ്റെ ഇത് വെച്ചിന്. പിന്നെ പുഡിങ്ങിൻ്റെ ഒന്നും ഞാൻ ഇന്ന് കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല ഇപ്പം എൻ്റെ കയ്യിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായതിൻ്റെ ഞാൻ വീഡിയോ ഇട്ട് റേറ്റ് പറഞ്ഞു. പിന്നെ പൊരിയുണ്ട് അങ്ങനെ 400 തന്നെ. ഇപ്പോൾ തേങ്ങാൻ്റെ വിലയെല്ലാം എല്ലാവർക്കും അറിയും. എത്ര തേങ്ങക്ക് വിലയുണ്ട്. കിലോക്ക് 66 ഉറുപ്പ്യ ഉണ്ട്. അതെല്ലാം കൂട്ടിയിട്ടാകുമ്പോൾ നമുക്ക് പൊരി ഇതെല്ലാം എല്ലാം കൂട്ടിയിട്ടാകുമ്പോൾ ഒരുവിധമെല്ലാം ഒരു 200 ഉറുപ്പ്യൻ്റെ അടുത്തായി. പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ചിലവുണ്ട്. അതെല്ലാം ആകുമ്പോൾ ഈ തേങ്ങ വയ്ക്കാനെല്ലാം നല്ല ചിലവുണ്ട്, ചെറിയ തീയിലെല്ലാം വേവിക്കാനെല്ലാം. അപ്പോൾ
പറയാൻ എളുപ്പം, യോപ്പ എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പം. പിന്നെ അത് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. പിന്നെ ഞാൻ കല്ലുമ്മക്കായ്ക്ക് 20 ഉറുപ്പ്യ എടുക്കുന്നത്. റേറ്റ് അനുസരിച്ച് ഞാൻ മാറ്റം വരുത്തലുണ്ട്. ചില സമയത്ത് നല്ല റേറ്റ് എടുക്കുന്നു, റേറ്റ് ഉണ്ടാന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ചെറിയ റേറ്റിന് കിട്ടുന്നുണ്ട്. നമ്മൾ ഒന്നിന് 20 ഉറുപ്പ്യ എടുക്കുന്നത്. പിന്നെ അതെല്ലാം ഞാൻ ഫ്രോസൺ ആയിട്ട് തന്നെ കൊടുത്തിന്, ഫ്രൈ ആക്കിയിട്ട് കുറച്ചേ കൊടുത്തിട്ടു. അപ്പോൾ അതും അങ്ങനെ ഞാൻ ഒന്നിന് 20 ഉറുപ്പ്യ കണക്കിലാണ് ഞാൻ എടുത്തിട്ടുണ്ടത്. അപ്പോൾ ഒരുവിധം എല്ലാത്തിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരാളെ ഇങ്ങനെ റേറ്റ് ചോദിക്കുന്നതിന് അതുകൊണ്ട് റേറ്റിൻ്റെ വീഡിയോ ഇടോ, റേറ്റ് ഇട്ടിട്ട് വീഡിയോ ഇടോ എന്നെല്ലാം ചോദിച്ചത് കൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റിൽ ചോദിക്കുക. അല്ലെങ്കിൽ എൻ്റെ നമ്പർ എന്തെങ്കിലും ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇൻസ്റ്റാളുണ്ട്, നിങ്ങൾക്ക് ചോദിക്കുക, എന്ത് വേണമെങ്കിലും ചോദിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനിയും പുതിയ ഓർഡറിൻ്റെ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ കുറച്ച് റെസിപ്പി എല്ലാം ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.